ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിൽ അതിജീവിത ഒരു വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 8.5 വർഷമായി അവർ നടത്തുന്ന പോരാട്ടം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സിനിമാ മേഖലയിൽ തന്നെ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ഹേമ കമ്മിറ്റി വന്നു. WCC രൂപീകരണത്തിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എന്താണ് എന്നതിൻ്റെ ഒരു രൂപരേഖ ജനങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് വരാൻ ഇത് സഹായകമായിട്ടുണ്ട്. ആ തരത്തിലേക്കൊക്കെയുള്ളൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ അതിജീവിതം നടത്തിയ പോരാട്ടത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അതിജീവിത മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പക്ഷേ ഇത്തരമൊരു കേസ് നമ്മൾ കേട്ടിട്ടില്ല. ഭയന്നിരിക്കും. 5-6 ചെറുപ്പക്കാർ ഒരുമിച്ചൊരു വണ്ടിയിൽ കയറുന്നു, എന്നിട്ടത് വീഡിയോ എടുക്കുന്നു. സാധാരണ അങ്ങനെയൊന്നും കേട്ട് കേൾവിയില്ല. മാനസികമായി തകർന്നിട്ടുണ്ടാവും. പക്ഷേ എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് മാത്രമേ അഭിമാനമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി ബാലേന്ദ്രമേനോൻ്റെ കേസിൽ പറഞ്ഞു. പുരുഷന്മാർക്കും ഉണ്ട് അഭിമാനം, ഇല്ലേ? എന്നിട്ട് എന്ത് പറ്റി? ആ സ്ത്രീ മറ്റൊരു കേസിൽ ജയിലിൽ പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദീദി ദാമോദരൻ ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടു, ഇനി പെൺകുട്ടികളാരും കേസുമായി മുന്നോട്ട് പോകണ്ടാണ്. അങ്ങനെയല്ല, ഫൈറ്റ് ചെയ്യണം. ഝാൻസിയും റാണിമാരുള്ള നാട്ടിലാണ് നമ്മൾ, ഇല്ലേ? ഫൈറ്റ് ചെയ്യണം. ആ കുട്ടിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. അവിടെ ഗൂഢാലോചനയുടെ പിന്നിൽ ആരെന്ന് കണ്ടെത്തണം. അത് ദിലീപാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകണ്ട. ഗൂഢാലോചന നടത്തിയത് ആരെന്ന് കണ്ടെത്താൻ പോയാൽ ചിലപ്പോൾ നീതി ആ കുട്ടിയുടെ ഭാഗത്തേക്ക് വരാൻ പറ്റും. നമ്മുടെ നീതി ദേവതയുടെ കണ്ണിലെ കെട്ടെല്ലാം അഴിച്ചു മാറ്റി നഗ്ന നേത്രങ്ങളിലൂടെ ഇപ്പോൾ കാണുകയാണല്ലോ വിധിയെല്ലാം. നല്ലത് വരാൻ വേണ്ടിയേ നമുക്കെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാനും പാടില്ല. നമ്മുടെ നിയമം അങ്ങനെയാണ്. എന്തായാലും മേൽക്കോടതി ഇത് നാളുകൾ കുറേ എടുക്കും കേട്ടോ. നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കുന്ന പോലും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടുത്തെ പല കേസുകളും. ഇതിനൊരു ടൈം ലിമിറ്റ് എത്രയും പെട്ടെന്ന് നമ്മുടെ കോടതികൾ കൊണ്ടുവരണമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് എനിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.